നമ്മൾ ഡിൻ റെയിൽ മൗണ്ടിങ് ഇത് പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അഡീഷണൽ ഒരു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യസ്കവ VFDയുടെ V1000 എന്ന് പറയുന്ന മോഡൽ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് പകരം അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് GA500 എന്ന് പറയുന്ന മോഡൽ. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യസ്കവ GA500 ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സീരിയൽ നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നെയിം പ്ലേറ്റ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഈ മാനുവലിനകത്ത് നമുക്ക് ഡ്രോയിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം എല്ലാം കൊടുത്തിട്ടുണ്ട്. ടെർമിനൽസും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രബിൾ ഷൂട്ടിങ്ങിനുള്ള എല്ലാവിധ ഡീറ്റെയിൽസ് നമ്മൾ ഈ മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മൊത്തമായിട്ടൊന്ന് അയക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ GA700ൻ്റെ ഫ്രഷ് പീസാണിത്. ഓക്കെ, ഇതിനകത്ത് കാണുന്ന ഈ ഡിസ്പ്ലേ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. V1000 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ എന്താ പറയുക, സ്ട്രോങ് ആണെന്ന് തന്നെ പറയാം. ഇതിനകത്ത് കീപാഡ് എല്ലാം ബട്ടൺസ് എല്ലാം ഭയങ്കര ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്താലും, അതായത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ ഡിസ്പ്ലേ, ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഇത് വർക്ക് ചെയ്യിക്കുമ്പോഴാണ് അറിയാം, ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതൊരു ലൈക്ക് ഒരു ഓറഞ്ച് കളർ പോലെയുള്ളൊരു ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ഇതിന് USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ ത്രൂ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ റൺ ആണോ, അലാറം വന്നിട്ടുണ്ടോ, റെഡി ആണോ എന്നുള്ള ഇൻഡിക്കേഷൻസ് ഈ ഒരു ബ്ലാക്ക് ഈ ഒരു സ്പോട്ടിൽ കാണിക്കും. പിന്നെ നമുക്കിതിൻ്റെ അടുത്തൊരു കാര്യം ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ടെർമിനൽസ് ആണ്. നമുക്കിതൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ടെർമിനൽസ് ഉള്ളതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺട്രോൾ ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. MP, RP അങ്ങനെയുള്ള AC അങ്ങനെയുള്ളത്, PS, S1, S2 കണ്ടോ, ഇത്തരം കൺട്രോൾ ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മോട്ടറിൻ്റെ ടെർമിനൽസ് ഈ ഭാഗത്താണ് വരുന്നത്. UVW എന്നുള്ളത് B1 B2 ബ്രേക്കിങ്ങിൻ്റെയാണ്. പിന്നെ DC ബസ് വോൾട്ടേജ്, പിന്നെ അതുപോലെ ഇൻപുട്ട് സപ്ലൈ. ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ടെർമിനൽസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ്, നമ്മളൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാനുള്ളത് SN അതുപോലെ SP എന്ന് പറയുന്ന ഈ ഒരു രണ്ട് ടെർമിനൽസ് ഉപയോഗിച്ച് നമുക്ക് എക്സ്റ്റേണൽ 24 വോൾട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ ഒരു SMPSൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഏതെങ്കിലും പ്ലാന്റിനകത്തുള്ള അല്ലെങ്കിൽ കൺട്രോൾ പാനലിനകത്തുള്ള ഏതെങ്കിലും ഒരു സെൻസറോ അല്ലെങ്കിൽ ഒരു ഡിവൈസോ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസിബിൾ ആണ്. 24 വോൾട്ടേജ് ഇത് തന്നെ എടുത്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ PLCക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അഡീഷണൽ ഒരു SMPSൻ്റെ അവിടെ ആവശ്യം വരുന്നില്ല. അതേപോലെ ഇത് ഔട്ട്പുട്ട് ആണെങ്കിൽ ഇൻപുട്ട് നമുക്ക് അതേപോലെ കൊടുക്കാൻ പറ്റും 24 വോൾട്ടേജ്. PS അതേപോലെ AC എന്ന് പറയുന്ന ഈ രണ്ട് ടെർമിനൽ ഉപയോഗിച്ച് നമുക്ക് ഇൻപുട്ട് 0 to 24 വോൾട്ടേജ് നമുക്ക് ഫീഡ് ചെയ്യാനും കഴിയും. അതാണ് പ്രത്യേകിച്ച് ഡയറക്റ്റായിട്ട് പറയാനുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പയർ ടു V1000. ബാക്കിയുള്ള എല്ലാതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് V1000 കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണെന്ന് പറയാം. V1000 കുറച്ചുകൂടെ നീളത്തിലാണ് ഡിസൈനെങ്കിൽ ഇത് ഏകദേശം ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അപ് ടു 7.5 HP വരയ്ക്ക് നമുക്കിത് ഡിൻ റെയിൽ മൗണ്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ MCBയിൽ നമ്മൾ MCB ഒക്കെ ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈവ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ആ ചാനലിനകത്ത് MCB ചാനലിനകത്ത് നമുക്ക് നമ്മൾ ഡിൻ റെയിൽ മൗണ്ടിങ് ഇത് പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അഡീഷണൽ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സംഗതി ഉണ്ട്. അത് വാങ്ങിച്ചിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് വേണം ഡിൻ റെയിൽ മൗണ്ട് ചെയ്യാൻ. പിന്നെ ഈ ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് വെർട്ടിക്കലി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് അടുപ്പിച്ച് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. 0 സ്പേസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റേ ഒന്നിന് തൊട്ടടുത്തായിട്ട് അടുത്ത ഡ്രൈവ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. കാരണം ഇതിൻ്റെ ഫാൻ വരുന്നത് ടോപ്പിലാണ്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഇഷ്യൂ.
അത് വളരെ വൃത്തിയായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഹീറ്റ് സിങ്കും അതേപോലെ തന്നെ ഹെവിയാണ്. അതുകൊണ്ട് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് യാതൊരു ഇഷ്യൂസും വരാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ നമുക്ക് ഇവിടെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട് CIPR GA50T എന്ന് പറയുന്നത്, ഇങ്ങനെ തുടങ്ങുന്ന സീരിയൽ നമ്പർ. ഇതിൽ കുറച്ച് കാര്യം പറയാം. GA50 എന്ന് പറയുന്നത് മോഡൽ നമ്പറാണെന്ന് നമുക്ക് അറിയാലോ. T എന്ന് പറയുന്നത് അതായത് 1 2 3 50 കഴിഞ്ഞ് വരുന്ന ലെറ്റർ സൂചിപ്പിക്കുന്ന ഏത് കൺട്രിയാണ് ഇത് അസംബിൾ ചെയ്തിട്ടുള്ളത്, മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ T എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സിംഗപ്പൂർ, ഇന്ത്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മാനുഫാക്ചർ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 44 എന്ന് പറയുന്നത് നമ്മൾ 3 ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണോ എന്നുള്ളതാണ്. ഇത് 3 ഫേസ് ഡ്രൈവ് ആണ്. കണ്ടോ, 400 വോൾട്ടേജ് 3 ഫേസ് 5.5 കിലോ വാട്ട് ഹെവി നോർമൽ ഡ്യൂട്ടി, 3.7 കിലോ വാട്ട് ഹെവി ഡ്യൂട്ടിയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 4 എന്ന് പറയുന്നത് 3 ഫേസിനെ സൂചിപ്പിക്കുന്നു, 012 എന്ന് പറയുന്നത് കിലോ വാട്ടിനെ സൂചിപ്പിക്കുന്നു. അത് നമുക്ക് മാനുവലിനകത്ത് 11ാമത്തെ പേജിൽ ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും. അവിടെ നമുക്ക് 012 എന്ന് പറയുന്ന കോഡ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ കിലോ വാട്ടിനെയാണ്. ബാക്കിയുള്ളത് റെസ്പെക്റ്റീവ് അത് IP20 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബേസിക്കായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു മോഡൽ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേഷനിൽ ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഈ V1000 എന്ന് പറയുന്ന മോഡൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിപ്പോൾ V1000 ആവണമെന്നില്ല, A1000 ആണെങ്കിലും ഈ 2 മോഡൽസും കമ്പനി ആക്ച്വലി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ മാനുഫാക്ചറിങ്. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മോഡൽസാണ്, സീരീസാണ് GA500 അതേപോലെ GA700 എന്ന് പറയുന്ന മോഡലും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒന്നുകിൽ ഈ പറയുന്ന പുതിയ മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതിൻ്റെ സ്പെയർസും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. വിഷൻ കൺട്രോൾസ് എന്ന് പറയുന്ന ഞങ്ങളുടെ കമ്പനിയുടെ കോർ പർപ്പസ് തന്നെ ഓരോ സമയത്തും ഉണ്ടാകുന്ന ടെക്നോളജിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് മാക്സിമം ഔട്ട്കം കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെട്രോഫിറ്റ്, നിലവിൽ ഉപയോഗിക്കുന്ന VFD മാറ്റി പഴയ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും VFD വെക്കണം, പഴയ VFD സർവീസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. താങ്ക് യു.